ഇന്ത്യ ടുഡേ പറയുന്ന ഒരു കാര്യം, മലബാറിൽ UDF 36 തുടങ്ങി 38 സീറ്റ് വരെ, 25 തുടങ്ങി 27 വരെ. അപ്പം അതുപോലെ തന്നെയാണ് പിന്നെ ട്രാവൻകൂർ 25 തുടങ്ങി 29 വരെയും 18 തുടങ്ങി 22 വരെയും എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിയെങ്കിൽ മലബാറിലും പിന്നെ ട്രാവൻകൂറിലും CPM പൊളിഞ്ഞടുങ്ങി എന്ന് പറഞ്ഞാൽ മതി. രണ്ടും പോയി 25 തുടങ്ങി 27 വരെയും 18 തുടങ്ങി 22 വരെ പോയി. ആക്സിസ് മൈൻഡ് ശരിയാകുമ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും LDF ഇല്ലാതാവുകയും മലബാറിൽ മാത്രമായി നിലനിൽക്കുകയും ചെയ്ത പാർട്ടിയായിട്ട് തീരും. അതെങ്ങനെ ശരിയാവും? മലബാറിലാണ് UDFന്റെ ശക്തി കേന്ദ്രം. രണ്ട് ഏജൻസികളുടെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ രണ്ട് വാസ്തവ വിരുദ്ധമാണ്. ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒന്നുകിൽ ഈ മലബാർ നിട്ടുന്നത് സൗത്ത് കേരളം എന്താണ് തെക്കൻ കേരളത്തിലായി പോയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ വരുമ്പോ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ ചങ്കടിക്കില്ലേ? മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ മുസ്ലിം ലീഗിനെ ചങ്കടിക്കത്തില്ല. അവർക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. 36 മുതൽ 38 വരെ എന്നുള്ള ചെറിയ കണക്കാണ്. അപ്പോൾ 25 മുതൽ 27 വരെ എന്നുള്ളതാണ് LDFന്റെ കണക്ക്. നോക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് മലബാർ റീജിയനിലാണ് LDF എന്നാണ് ആക്സിസ് മൈൻഡ് സർവേ പറയുന്നത്. അതെങ്ങനെ സാധ്യമാവുക? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയതാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖല തൂത്തുവാരിയ UDF ഇക്കുറി LDFന് എങ്ങനെയാ മലബാർ മേഖല? മാത്രമല്ല, ഒപ്പീനിയൻ പോളിൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഒപ്പീനിയൻ സർവേകളിലെല്ലാം LDF ലീഡ് പ്രവചിച്ച പല ഏജൻസികളുമാണ് ഇപ്പൊ നേരെ തിരിച്ച്. കഴിഞ്ഞ തവണ ആക്സിസ് ചാണക്യ മാത്രമാണ് LDFന് തരംഗം പ്രവചിച്ചിരുന്നു കേട്ടോ. LDFന് 93 മുതൽ 111 വരെ എന്ന് പ്രവചിച്ചിരുന്നു. ആക്സിസ് മൈ ഇന്ത്യ LDFന് 104 മുതൽ 120 വരെ എന്ന് പ്രവചിച്ചു. ഏതായാലും വളരെ കൗതുകമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 12 ഏജൻസികളുടെ ഫലം ആണ് എക്സിറ്റ് പോൾ ഫലം എന്നതാണ് പുറത്തു വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഫലം എന്ന് പറയുന്നത് തെറ്റാണ്. യഥാർത്ഥത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് ഭരണമാറ്റം എന്നുള്ളതാണ് ഇതുവരെ വന്ന എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് എന്നത് കൗതുകകരമാണ്. പക്ഷെ അതേസമയത്ത് തന്നെ പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അട്ടിമറി ഉണ്ടാകുന്നു. BJP തൃണമൂൽ കോൺഗ്രസിനെ വെട്ടി അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രവചനം. സത്താ ബസാർ മാത്രമാണ് മറിച്ചൊരു ഫലം പ്രവചിച്ചത്. തമിഴ്നാട്ടിൽ അണ്ണാ DMK എന്ന 2 ഏജൻസികൾ പറയുന്നു. DMK തുടർ ഭരണം എന്നുള്ളതാണ് മറ്റ് ഏജൻസികളുടെ എല്ലാത്തിന്റെയും പ്രവചനം. കണക്കുകളിലെ കളികളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. യഥാർത്ഥ വിധി അറിയാൻ 4-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കാം. ഒരൊറ്റ ഏജൻസി പോലും LDF അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ. ഇനി ടുഡേയ്സ് ചാണക്യ മാത്രമാണ് എക്സിറ്റ് പോൾ ഫലം നൽകാനുള്ളത്. ടുഡേയ്സ് ചാണക്യയുടെ ഫലം നാളെയാണ് വരിക. ബാക്കിയുള്ള 12 ഏജൻസികളും UDFന് അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. പ്രീ പോളുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്നുള്ളതാണ്.